കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. സുധാകരനും അടൂർ പ്രകാശിനും മത്സരിക്കാൻ ഇളവ് നൽകിയേക്കും. എംപിമാർ മത്സരിക്കുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. സീറ്റ് വിഭജനത്തിൽ തർക്കമില്ലെന്ന് ചെന്നിത്തലയും സതീശനും. പ്രഖ്യാപനം വൈകിയത് എംപിമാരുടെ ഇളവിലെ തർക്കത്തെ ചൊല്ലി. എംപിമാർ മത്സരിക്കുന്നതിനെ എതിർത്ത് സതീശൻ. തർക്കം ദോഷം ചെയ്യുമെന്ന് ചെന്നിത്തല. എൽദോസ് കുന്നപ്പള്ളിക്കായി കളത്തിലിറങ്ങി യാക്കോബായ സഭ. 95 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. 27 സീറ്റിൽ ലീഗും ജോസഫ് വിഭാഗം 8 സീറ്റിലും മത്സരിക്കും. പയ്യന്നൂരിൽ CPM വിമതൻ വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കും. തിരുവനന്തപുരം സീറ്റ് CMPക്ക് നൽകി. PV അൻവർ ബേപ്പൂരിൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിലും പ്രതിഷേധം. തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ അബ്ദുറഹ്മാൻ രണ്ടത്താണി. അതൃപ്തി തുറന്നു പറഞ്ഞ വനിതാ ലീഗും. ഫാത്തിമ തഹ്ലിയ വനിതാ ലീഗിലല്ലെന്ന് നൂർബീന റഷീദ്. സീറ്റ് നിഷേധിക്കപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗ് വിട്ടേക്കും. താനൂരിൽ രണ്ടത്താണിയെ മത്സരിപ്പിക്കാൻ ഇടതു നീക്കം. തിരൂരിൽ പ്രചാരണം തുടങ്ങാതെ മന്ത്രി വി അബ്ദുറഹ്മാൻ. RJDയിൽ കൂത്തുപറമ്പിൽ KP മോഹനന് പകരം PK പ്രവീൺ. കോവളത്ത് ഭഗത് റൂഫസ് ഇടത് സ്വതന്ത്രനാകും. തിരുവനന്തപുരത്ത് ആശയക്കുഴപ്പം തുടരുന്നു. ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ജനാധിപത്യ കേരള കോൺഗ്രസിന് നിർദ്ദേശം. വിമത ഭീഷണി മറികടക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു CPM. വിമതർക്ക് മറുപടി നൽകാൻ നേതാക്കൾ നേരിട്ടിറങ്ങും. ധർമ്മടം LDF കൺവെൻഷൻ ഇന്ന്. പിണറായി വിജയനും MV ഗോവിന്ദനും ബിനോയ് വിശ്വവും കൺവെൻഷനിൽ. തളിപ്പറമ്പ് മണ്ഡലം കൺവെൻഷനിൽ MV ജയരാജനും EPയും. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി BJPയിലും കലഹം. കുമ്മനം രാജശേഖരനെയും MT രമേശിനെയും ഒഴിവാക്കിയതിൽ RSSന് അതൃപ്തി. ചെങ്ങന്നൂർ ഉറപ്പിച്ചിരുന്ന സന്ദീപ് ജസ്പതിയെ ഹരിപ്പാട് സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രാദേശിക പ്രതിഷേധം. തൃപ്പൂണിത്തുറ 2020 വിട്ടുകൊടുത്തതിലും അമർഷം. മൈനറായ മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചുവെന്നാരോപിച്ച് മൊണാലിസയുടെ മാതാപിതാക്കൾ. മധ്യപ്രദേശിലെ മണ്ഡലേശ്വർ DSPക്ക് പരാതി നൽകി. മകളെ ലവ് ജിഹാദിന്റെ കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണെന്നും പരാതിയിൽ ആരോപണം. ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഇറാൻ. മകനെയും സഹായിയെയും കൊലപ്പെടുത്തി ഇസ്രായേൽ. പ്രതികാരം ചെയ്യുമെന്ന് റവല്യൂഷണറി ഗാർഡ്. അമേരിക്കയെ സഹായിക്കാത്ത NATO രാജ്യങ്ങൾക്ക് ട്രംപിന്റെ രൂക്ഷ വിമർശനം.